ഒരു ഓട്ടോമാറ്റിക് ഇൻ്റഗ്രേറ്റഡ് സോഫ്റ്റ്വെയർ സിസ്റ്റം അത് ഓട്ടോമാറ്റിക്കായി അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ഗവൺമെന്റ് വിചാരിച്ചാൽ നിഷ്പ്രയാസം സാധിക്കും. ഒരു വേക്കൻസിയും പൂഴ്ത്തിവെക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കരുത്. ഒരു വേക്കൻസിയും ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടേണ്ടത് ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവേണ്ടത്. പ്രൊമോഷന്റെയും ബൈ ട്രാൻസ്ഫറിന്റെയും ഇന്റർ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫറിന്റെയും ഒക്കെ കണക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തുന്ന തരത്തിൽ ഒരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു സംവിധാനം ആ ഉദ്യോഗാർത്ഥികൾക്ക് ചെയ്തു കൊടുക്കുന്നത് അവർക്ക് കൊടുക്കുന്ന തൊഴിൽ ഒരു ഔദാര്യമല്ലെന്നും അത് അവർ പഠിച്ചു നേടുന്ന അവകാശമാണെന്നുള്ള ബോധത്തോടു കൂടി അതിനുവേണ്ടി ശ്രമിക്കാനുള്ള ഒരു കരുത്ത് അവർക്ക് നൽകുമെന്ന കാര്യത്തിന് സംശയം വേണ്ട. റാങ്ക് ഹോൾഡേഴ്സ് എത്ര കാലമായിട്ട് അവർ പുറകെ നടക്കുന്നു. തസ്തികകൾ പലതും വെട്ടിക്കുറക്കുക, പല പോസ്റ്റുകളും ഇല്ലാതാവുന്നു. അവർ പരീക്ഷ എഴുതുമ്പോൾ ഉണ്ടായിരുന്ന പോസ്റ്റുകൾ പോലും പിന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. LDC ആയിട്ട് ബന്ധപ്പെട്ട 375 LDC തസ്തിക ഇപ്പോൾ 282 ഈ സീനിയർ അസിസ്റ്റന്റ് തസ്തിക ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് വെട്ടിക്കുറച്ച് ഒറ്റ എക്സാമ്പിൾ പറയും. ഈ ഹെഡ് ഓഫീസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ഉദ്യോഗാർത്ഥി ഫ്രണ്ട്ലി സംവിധാനം PSCയിൽ ഒരുക്കണം. അതിന്റെ എല്ലാ കേന്ദ്രങ്ങളിലും നമുക്കിപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ സ്റ്റുഡൻസ് ഡീൻ ഉണ്ടാവുന്നത് പോലെ ഈ ഉദ്യോഗാർത്ഥികളുടെ ആശങ്കകളെ അഡ്രസ്സ് ചെയ്യാൻ, അവരുടെ ഭരണപരമായ കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രമല്ല, അവർക്ക് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാനും അതിന് അവരെ കേൾക്കാനും അവരുടെ ആശങ്കകൾക്ക് മറുപടി പറയാനും അവർക്ക് കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം PSCയുടെ 14 ജില്ലകളിലും അത്തരമൊരു സംവിധാനം PSC ഓഫീസുമായി ബന്ധപ്പെട്ട് തുടങ്ങാൻ ഈ ഗവൺമെന്റിനോട് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. അർഹതയുണ്ടായിട്ടും യോഗ്യതയുണ്ടായിട്ടും ജോലി നിഷേധിക്കപ്പെടാത്തൊരു സാഹചര്യം ഉറപ്പുവരുത്താൻ PSC ഒരു പ്രധാനപ്പെട്ട സങ്കേതമാണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതിന്റെ ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തണം. അത് കുറച്ചും കൂടെ ഉദ്യോഗാർത്ഥി ഫ്രണ്ട്ലി ആക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ ഭേദഗതി മുഴുവൻ